ഹലോ, ഇന്നത്തെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ പഴം വെച്ചിട്ടുള്ള 3 ഈസി റെസിപ്പിയാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടും ചെറുപഴം വെച്ചിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്നത് ഒരു ഈസി റെസിപ്പിയാണ്, കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന എണ്ണയിലൊന്നും പൊരിക്കാത്ത റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ 2 റോബസ്റ്റ പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നേന്ത്രക്കായ വെച്ചിട്ട് ചെയ്യാം. നേന്ത്രപ്പഴം മീഡിയം സൈസിലുള്ള എടുത്താൽ മതി. അതുപോലെ ചെറുപഴം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ചെറുപഴമാണെങ്കിൽ ഒരു 4 എടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 2 മുട്ടയാണ്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ. നമുക്ക് രാവിലെ വേണമെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. ഇപ്പോൾ 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, റൈസ് ഫ്ലോർ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം 3 ടേബിൾ സ്പൂൺ ആയിരുന്നു കേട്ടോ ചേർത്ത് കൊടുത്താൽ. പിന്നീട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര 3 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. 4 ടേബിൾ സ്പൂൺ 1/4 കപ്പാണ്. അതുപോലെ ഇതിലോട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സാധാ പശുവിൻ പാല്. പിന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് അരിപ്പൊടി നേരത്തെ പറഞ്ഞ പോലെ 1/4 കപ്പാണ്, 4 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അത് മാറിപ്പോകരുത്. അതുപോലെ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പാല് 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാരയുടെ അളവ് കൂടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാട്ടെ നിങ്ങൾക്ക്. പിന്നെ പഞ്ചസാര ചേർക്കാതെയും ചെയ്യാം. ഹണിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് നല്ല ചൂടായ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വലുതാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. മാവ് ഒരു തവി ഫുള്ളായിട്ടൊന്നുമല്ല, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് മുകൾ ഭാഗം കുക്കായി വരുമ്പോൾ ഈ ഒരു സമയത്താണ് ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ ചേർത്തിട്ടൊന്നുമില്ല അതിന്. എന്നിട്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മുകൾ ഭാഗം കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഇത് നല്ലോണം വലുതാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഈ ഒരു സൈസിൽ നമുക്കൊരു 7-8 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതിനേക്കാളും ചെറുതാക്കുന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇത് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഫ്ലെയിം കൂട്ടാം കേട്ടോ. അപ്പോൾ ഇതിൽ നെയ്യിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം നല്ലോണം കുറക്കുക. ഈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഈ ഒരു രീതിയിൽ ഓരോന്നും ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും. പിന്നെ പഴം നല്ല പഴുത്ത പഴം, അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കറുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അധികം പണിയൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ അരിപ്പൊടി ആണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചുട്ടെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു ഡെക്കറേറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഹണി നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹണി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാതെയും നമുക്ക് കഴിക്കാം കേട്ടോ. ഹണിയോ ചോക്ലേറ്റ് സിറപ്പോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ മാത്രം ഇട്ട് കൊടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ്. നമുക്ക് ഇത് ഫ്രിഡ്ജിലൊക്കെ ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാം കേട്ടോ, ഒരു 2-3 ദിവസമൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് 3 കപ്പ് ഓട്സാണ്. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പഴമാണ്. ചെറുപഴമായതുകൊണ്ട് 4 എണ്ണം ചേർക്കാം. ഇതിപ്പോൾ ഈ ഒരു സൈസിലുള്ള പഴമാണെങ്കിൽ 3.5 ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് നല്ല വലിയ സൈസിലുള്ള ചെറുപഴമാണെങ്കിൽ 3.5 ചേർത്ത് കൊടുക്കാം. നല്ലോണം ചെറിയ സൈസിലുള്ള പഴമാണെങ്കിൽ 4 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ റോബസ്റ്റ പഴമാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതിൽ നിന്നും ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 പഴം ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറുപഴത്തിൻ്റെ കണക്ക് 4 പഴം എന്ന രീതിയിലാണ്. പിന്നെ കുഴപ്പമില്ല, 4 എണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം, സൈസ് കുറച്ച് വലുതാണെങ്കിലും. പക്ഷേ പഴം കൂടുതലാകുമ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കാം മുന്നിട്ട് നിൽക്കുന്നത്. ചെറുപഴത്തിൻ്റെ കണക്ക് 4 പഴം എന്ന രീതിയാണ്. റോബസ്റ്റ പഴം 2 ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 4 പഴവും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 പഴം. പിന്നെ ഇനി ഇതിലോട്ട് വേണ്ടത് 4 മുട്ട. അപ്പോൾ 4 മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 4 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് പാല്, സാദാ പാക്കറ്റ് പാലാണ്. 1 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പാൽ അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ്. 1/4 കപ്പ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരിച്ചിരി പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലോട്ടാക്കി കൊടുക്കാം. നല്ലോണം തിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പാലിന് പകരം. പാല് ചേർത്ത് തന്നെ കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ. ഇതിപ്പോൾ കുറച്ചധികം തിക്കായിട്ടാണുള്ളത്. അപ്പോൾ ഇത്രയും തിക്ക് വേണ്ട. നമുക്കിതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ പാല് ചേർത്ത് കൊടുക്കാം. ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള. മൊത്തത്തിൽ 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൻ കേക്കൊക്കെ ആ ഒരു പരുവ തന്നെയാണ്. പാൻ കേക്ക് തന്നെയാണ് കേട്ടോ ഇതിന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ്. പഴവും ഓട്സും മുട്ടയും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാദാ ദോശയൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ദോശയിൽ പാൻ കേക്ക് പോലെ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് വേണ്ടത്. ഇനി ഞാനിതൊരു കണ്ടെയ്നറിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്യാട്ടെ. ഇത് കേടാവത്തൊന്നുമില്ല. ഇതിലോട്ട് നമ്മൾ തേങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. തേങ്ങ, ഉഴുന്ന്, ഈസ്റ്റൊന്നും ചേർക്കുന്നില്ല. നമുക്ക് കുറേ നാളിത് സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ. എന്തെങ്കിലും ഒരു 4 ദിവസമൊക്കെ ഞാൻ വെക്കാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ രാവിലെ ആണെങ്കിലും രാത്രിയോ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതും കൂടി കാണിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഫുള്ള് ഹോൾസ് വരാനൊന്നും നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് ഹോൾസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ചെറിയൊരു ഹോൾസൊക്കെ വരാൻ തുടങ്ങും. എന്നിട്ട് മൂടി വെച്ചിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒരിച്ചിരി കൂട്ടാം. ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ രണ്ടാമത് ചുട്ടെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഫ്ലെയിം മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചാൽ മതി. ഈ ഒരു രീതിയിൽ ഓരോന്നും നമുക്ക് ആവശ്യാനുസരണം ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് കഴിക്കാനായിട്ട് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക്, കുട്ടികളൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ് ആയിരിക്കും ഇഷ്ടം. മുകൾ ഭാഗത്തേക്ക് ഒന്ന് ചോക്ലേറ്റ് ഡിപ്പാക്കി കൊടുത്തിട്ട് സെർവ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കെച്ചപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതും ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മളിതിലോട്ട് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ലല്ലോ, പഴത്തിൻ്റെ മധുരം മാത്രമാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി മധുരം ഇതുപോലെ ചോക്ലേറ്റ് സോസാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ ചോക്ലേറ്റ് സോസ്. ചോക്ലേറ്റ് ഗനാശയും നമുക്ക് കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ഗനാശയും ഇതുപോലെ നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. സെയിം തന്നെയാണ് ഈ ഒരു ചോക്ലേറ്റ് സോസും ചോക്ലേറ്റ് ഗനാശയും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ തന്നെ ഹണി വേണമെങ്കിൽ ഹണി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടും സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പഴം വാട്ടിയതാണ്. നമ്മൾ ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ വാട്ടിയെടുക്കുന്ന. നമുക്ക് വിരുന്നുകാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു 2 സ്പൂണ് 2-3 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം ആദ്യം. ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ 2-3 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പം ഇതിലോട്ട് ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ടുള്ള പീസല്ല, ഒന്ന് ക്രഷ് ചെയ്തിട്ട് 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനൊരു അളവൊന്നുമില്ല കേട്ടോ, നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 8-10 കിസ്മിസ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ, ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് പെട്ടെന്ന് തന്നെ കിസ്മിസ് പെട്ടെന്ന് വീർത്ത് വരും, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഫ്ലെയിം നല്ലോണം കുറക്കാം ഈ ഒരു സമയത്തൊക്കെ. ഇതിപ്പോൾ കിസ്മിസൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന ഈ ഒരു അളവ് ഒരു 10 പഴം നിറക്കാനുള്ള പണ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് നേരെ പകുതി എടുത്താൽ മതി. ഞാനിപ്പോൾ 10 പഴത്തിന് വേണ്ടിയിട്ടുള്ള ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു തേങ്ങ ചേർത്തിട്ടിന് നല്ലോണം കളർ മാറാനൊന്നും നിൽക്കണ്ട. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊരു 4 പഴം അല്ലെങ്കിൽ 5 പഴം വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും വേണമെങ്കിൽ കൂടുതൽ ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര 6 ടേബിൾ സ്പൂണാണ്. 6-7 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പാകത്തിനുള്ള മധുരമാണ്. പിന്നെ നമ്മൾ പഴവും മധുരം ഉണ്ടല്ലോ, അപ്പോൾ പാകത്തിന് മതിയാകുന്നുണ്ട്. 6 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 7 ടേബിൾ സ്പൂൺ. 1/2 കപ്പ് നിറച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല. 1/2 കപ്പ് എന്ന് പറയുന്നത് 8 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഇതിന് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം. അലിഞ്ഞ് ഇതിലോട്ടൊന്ന് മിക്സായി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഇതിൽ തന്നെ ഇപ്പോൾ ഇതിൻ്റെ നടുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നടുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. മുട്ട പിന്നെ പെട്ടെന്ന് വെന്ത് ഒന്ന് ഇതായി വരുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, മുട്ട ചേർക്കാതെയും ചെയ്യാം കേട്ടോ. അതുപോലെ മുട്ട മാത്രമായിട്ട് ചേർത്തിട്ടും ചെയ്യുന്നുണ്ട്. തേങ്ങയൊന്നും ചേർക്കാതെ മുട്ട മാത്രം പണ്ടം വെച്ചിട്ട് മുട്ടയും അണ്ടിപ്പരിപ്പ് കിസ്മിസ് ആ ഒരു രീതിയിലും ഇതിലേക്കുള്ള പണ്ടം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പല രീതിയിലും ചെയ്യുന്നുണ്ട്. പിന്നെ ശർക്കര ചേർത്തിട്ടുള്ള പണ്ടവും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴുള്ള ശർക്കര പണ്ടം ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, ആ ഒരു പണ്ടവും ഇതിലോട്ട് നിറച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ശർക്കര ചേർത്തിട്ട്. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള പണ്ടം. അപ്പോൾ ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, വേറൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് പഴം ഇത് നിറച്ചെടുക്കാനായിട്ട് പഴുത്ത പഴം തന്നെയാണ് വേണ്ടത്. പക്ഷേ നല്ലോണം പഴുത്ത് വടയുന്ന പരുവത്തിൽ അത്രയും പഴുത്ത പഴമല്ല കേട്ടോ, നല്ല പാകത്തിന് പഴുത്ത പഴമായാൽ മതി. പക്ഷേ പഴം പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ ഈ ഒരു പഴം ഇതിൻ്റെ ഇങ്ങേ അറ്റത്ത് ഒന്ന് കീറി കൊടുക്കണം. പഴം രണ്ടായിട്ട് പിളർന്നു പോവാത്ത രീതിയിൽ, കട്ടായിട്ട് പോവാത്ത രീതിയിൽ ഇതിൻ്റെ അകത്ത് നല്ലോണം ഒന്ന് കീറി കൊടുക്കുക. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാകത്തിന് നല്ലോണം ഒന്ന് കുറച്ചൊന്ന് പിളർത്തിയെടുക്കണം. രണ്ടായിട്ട് പഴം കട്ടാവാത്ത രീതിയിൽ ഇതിൻ്റെ അകത്തൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പാകത്തിനൊന്ന് പിളർത്തിയെടുക്കാട്ടെ ഒരു രീതിയിൽ. അപ്പോൾ ഇതുപോലെ എല്ലാ പഴവും ഇതുപോലെ കീറി കൊടുത്തിട്ട് ഇനി നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ചധികം തന്നെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്തിട്ട് ഫില്ലിങ് കുറവാണെങ്കിൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് അധികം തന്നെ ഫില്ലിങ് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് അകത്തോട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ ഫില്ലിങ് പുറത്ത് കാണുന്ന രീതിയിൽ തന്നെ കുറച്ചധികം ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഭാഗം നമ്മൾ പിന്നീട് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ, മൈദമാവ് വെച്ചിട്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ഒരു തിക്കായിട്ടുള്ള മൈദമാവിൻ്റെ പേസ്റ്റാണ് വേണ്ടത്. നല്ല കഴിയുന്നതും തിക്കായിട്ട് തന്നെ എടുക്കാട്ടെ. ഇതിലോട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൂസായിട്ടുള്ള മാവാണെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ താഴോട്ട് ഒഴുകി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള മൈദമാവിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് ഒരു ഇച്ചിരി ലൂസായിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ, ഇതിനേക്കാളും കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടെങ്കിൽ നല്ല തന്നെയാണ്. ഈ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ
അപ്പോൾ നമ്മളിത് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ നമ്മളിത് എണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ പൊരിച്ചെടുക്കുമ്പോഴൊക്കെ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഈ ഒരു മൈദമാവ് കവർ ചെയ്തെടുത്താൽ മതി. ആദ്യം തന്നെ കവർ ചെയ്തെടുക്കണമെന്നില്ല. അപ്പോൾ എല്ലാ പഴവും ഇതുപോലെ ഇങ്ങനെ കയറി കൊടുത്തിട്ട് ആദ്യം ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാ ഷാലോ ഫ്രൈ ചെയ്യാറില്ലേ നെയ്യിലൊക്കെ, അതുപോലെ. പക്ഷേ ഞാനൊരു ഇച്ചിരി നെയ്യ് കൂടുതൽ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബാലൻസ് ഉള്ള നെയ്യിൽ നമുക്ക് ബാക്കിയുള്ള പഴമൊക്കെ ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 2 പഴമാണ് ഞാൻ ഫ്രൈ ചെയ്ത് കാണിക്കുന്നത്. ഇത് മാവ് നമ്മൾ കവർ ചെയ്ത പാകം ഉണ്ടല്ലോ, ഇത് ഞാൻ മുകൾ ഭാഗത്തോട്ട് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ചൂടായ നെയ്യ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു മാവ് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴൊന്നും അത് സ്പോയിലായി പോവില്ല, നമ്മൾ കവർ ചെയ്ത പാകം. നിങ്ങൾക്ക് കമഴ്ത്തി കൊടുത്തിട്ടും ഇട്ട് കൊടുക്കാം. പക്ഷേ കുറച്ച് നേരം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനക്കണ്ട കേട്ടോ. മാവ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്ലെയിം കുറച്ചിട്ട് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴൊന്നും ആ ഒരു പാകം, കവർ ചെയ്ത പാകം അതേപോലെ തന്നെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആക്കി കൊടുത്തിട്ട് മൊത്തത്തിൽ എല്ലാ സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. സൈഡിലോട്ടൊക്കെ ഇങ്ങനെ സൈഡും കൂടെ ഫ്രൈ ആയി വരുന്ന രീതിയിലൊക്കെ ഇങ്ങനെ തിരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, 4 സൈഡും. എന്നിട്ട് നമുക്കിത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അകത്തുള്ള ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇപ്പോൾ കണ്ടില്ലേ. ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ എല്ലാ സൈഡും മുരിഞ്ഞ് വരുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും ആക്കി കൊടുത്തിട്ടുണ്ടതിന്. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കഴിക്കാത്തവരുണ്ടെങ്കിൽ, ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നെയ്യൊക്കെ കുറച്ച് ചേർത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്